പച്ചവിരിച്ച കേരളത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ തങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച് ഒരു പിടി സ്വപ്നങ്ങളും കയ്യിൽ മുറുകെ പിടിച്ച് ആകാശനൗകയിൽ പറന്നിറങ്ങിയ മരുഭൂമിയുടെ മടിത്തട്ടിലേക്ക് പ്രവാസി എന്ന പ്രയാസിയുടെ ജീവിതം തുടങ്ങുകയാണ്. 4 ചുവരുകൾക്കുള്ളിൽ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമം ഇന്ന് പ്രവാസി ദർശൻ സൗദി സെക്ടറിലൂടെ തങ്ങളുടെ പ്രവാസികളുടെ കൈകളിലെത്തുകയാണ് ഈ ചാനൽ. ഈ ചാനലിന്റെ തുടക്കം പ്രവാസികൾക്ക് നമ്മുടെ മാറി മാറി വരുന്ന ഭരണകൂടം എന്തു ചെയ്തു, എന്തു ചെയ്യും എന്നതിനെ കുറിച്ചിട്ടുള്ള പ്രവാസികളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവരുടെ വേദനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പരിപാടി ഞങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട TM സിയാദിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. കേരള രാഷ്ട്രീയം പ്രവാസി മനസ്സുകളിൽ ഈ പ്രമേയത്തിലാണ് ഇന്നിവിടെ ഒരു സംവാദം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് വോട്ടില്ല, പക്ഷേ വോട്ടർമാരെ സ്വാധീനിക്കുവാൻ മറ്റാരെക്കാളും ശേഷിയുള്ള ഒരു വിഭാഗമാണ് പ്രവാസികൾ. അത് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നാടിനെ തീറ്റിപ്പോറ്റുന്നത് ഈ പ്രവാസികൾ തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, കേരളത്തിന്റെ വികസനത്തിൽ മറ്റാരെക്കാളും അധികം താല്പര്യമുള്ള, സുവ്യക്തമായ അഭിപ്രായങ്ങളുള്ള ഈ പ്രവാസികൾ, അവർക്ക് കാലങ്ങളായി വോട്ടവകാശം വേണമെന്നുള്ള മുറവിളിയുണ്ട്. പ്രവാസിയുടെ ശബ്ദം അധികാര കേന്ദ്രങ്ങളിൽ ഉച്ചത്തിൽ മുഴങ്ങേണ്ടതുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രവാസി ദർശൻ പ്രവാസികളുടേതായ ഇങ്ങനെ ഒരു സംവാദം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സംവാദത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവാസി സംഘടനകളുടെ നേതാക്കന്മാരോട് എത്തിയിട്ടുണ്ട്. നവോദയയ്ക്ക് വേണ്ടി ശ്രീ പ്രദീപ് കൊട്ടിയം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. OICCക്ക് വേണ്ടി അഡ്വക്കേറ്റ് സുധീന്ദ്രൻ, KMCCക്ക് വേണ്ടി ശ്രീ ആലിക്കുട്ടി ഒളവട്ടൂർ, നവയുഗത്തിന് വേണ്ടി ശ്രീ KR അജിത്. ഒപ്പം സദസ്സില് സാമൂഹ്യ പ്രവർത്തകരുണ്ട്, പ്രവാസികളുണ്ട്. എന്റെ ആദ്യത്തെ ചോദ്യം OICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുധീന്ദ്രൻ അവர்களോടാണ്. വളരണം ഈ നാട്, ശരി തന്നെ, ഈ നാട് വളരണം. പക്ഷേ നമ്മുടെ നാട് വളരണമെങ്കിൽ UDF ഭരണം തുടരണമോ? എങ്കിൽ എന്തുകൊണ്ട്? കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴ പെയ്യിച്ച ഒരു ഭരണകൂടമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ത്യയുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ ഏജൻസികളും ബഹുദൂരം മുന്നിലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലകളിൽ വരെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ എന്ന് അവരും മറ്റു പൊതുസമൂഹത്തിലെ ചിലയിടങ്ങളും വിശ്വസിച്ചിരുന്ന സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലിരുന്ന ജനങ്ങളുടെ ജീവിത നിലവാരമാണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ഏറ്റവും കൂടുതലായി മെച്ചപ്പെടുത്തുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നഗ്നനേത്രങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന ഭൗതിക സാഹചര്യ വികസനത്തെ പറ്റി കൂടുതലായി ഒന്നും പറയുന്നില്ല. ഭൗതിക സാഹചര്യ വികസനത്തിന് അപ്പുറം ഈ ഭൂമിയിൽ മനുഷ്യനുമായി ജീവിക്കുവാൻ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ ടോട്ടൽ ഡൗൺ ട്രിഡൺ എന്ന് പറയുന്ന 20% ജനതയെ വികസനത്തിന്റെ, നല്ല ജീവിതത്തിന്റെ, നല്ല സമാധാനമുള്ള ജീവിതത്തിന്റെ, ദാരിദ്ര്യമില്ലാത്ത ജീവിതത്തിന്റെ പാതയിലേക്ക് ഉയർത്തുവാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞതിന്റെ സാക്ഷ്യപത്രങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഈ ഭരണകൂടത്തിന്റെ തലവൻ ശ്രീ ഉമ്മൻചാണ്ടി ചെല്ലുന്ന പ്രദേശങ്ങളിലൊക്കെ കൊച്ചു കുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെയുള്ളവർ തങ്ങളുടെ ദൈവസമാനനായ ഭൂമിയിലെ പ്രതിപുരുഷനാണ് ഉമ്മൻചാണ്ടി എന്ന് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയുന്ന തരത്തിൽ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് വാരിപ്പുണരുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ കാണുന്നതാണ്.
അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ സമൂഹത്തിൽ ഇനിയും ജീവിതം എന്ത് എന്ന് ആസ്വദിക്കുവാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപിടി ആളുകൾ ഇപ്പോഴുമുണ്ട്. മറ്റു പല പൊയ്മുഖങ്ങളുടെയും പിന്നാലെ പോയി ജീവിതത്തിന്റെ സൗരഭ്യം നുകരുവാൻ പറ്റാതെ ഇരുന്ന ജനതയെ ഇനിയും വളർച്ചയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നയിക്കുവാൻ ഈ ഭരണകൂടം അനിവാര്യമാണ്, അനുപേക്ഷണീയമാണ്, അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് വളരണം ഈ നാട്, വളരണമെങ്കിൽ തുടരണം ഈ ഭരണം എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. UDFന്റെ മുഖ്യ കക്ഷിയായ മുസ്ലിം ലീഗിനെ പ്രതിനിധാനം ചെയ്യുന്ന KMCCയുടെ ആലിക്കുട്ടി വളവട്ടൂർ, എന്തുകൊണ്ട് ഈ ഭരണം തുടരണം? UDFന്റെ പ്രതിനിധി ഇതിനകം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് 5 വർഷം കൊണ്ട് നീണ്ട 50 വർഷക്കാലത്തിന്റെ ഭരണ രംഗത്തുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ കാളവണ്ടി യുഗത്തിലല്ല നാം ജീവിക്കുന്നത്, ആധുനിക കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭരണം കൃത്യമായി നിർവഹിച്ച് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കിയ ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ തീർച്ചയായും ഒരു വട്ടം കൂടി മാത്രമല്ല, കേരളം നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണരംഗത്ത് തുടരണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത്രയധികം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റാൻ, കേരളത്തിന്റെ വികസന രംഗത്ത്, സാമൂഹ്യക്ഷേമ രംഗത്ത് വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളിൽ ഇച്ഛാശക്തിയുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ആ ഒരു പാതയിലേക്ക് നയിച്ചുകൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ വികസനം മുരടിപ്പിക്കാനും വികസന രംഗത്ത് ഉള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും സാധിക്കാത്ത ഒരു ഭരണകൂടമായി കഴിഞ്ഞ കാലങ്ങളിൽ LDF അവരുടെ ഭരണരംഗം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു സാഹചര്യം, ഒരുപാട് വികസന സാധ്യതയുള്ള ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നതിൽ മുൻപന്തിൽ നിന്നവർ LDFകാരാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ എതിർത്തവർ LDFകാരാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ പഴഞ്ചൻ സമീപനത്തിൽ നിന്ന് അവർ പിന്തിരിയാത്തിടത്തോളം കാലം ഒരു മാറ്റത്തിന് കേരളത്തെ, നമുക്കൊക്കെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റണമെന്നുണ്ട് ആഗ്രഹമുണ്ട്. നമ്മുടെ ദമാമിൽ കാണുന്ന പോലെ റോഡ് കേരളത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദുബായിലെ പോകുന്ന മുഞ്ചുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിലാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക്, പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരു ഇച്ഛാശക്തിയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിൽ പുരോഗതി എന്ന് അടയാളപ്പെടുത്തുന്ന ചില ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ട്രാക്ടർ കടന്നു വരുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞവരാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. കല്ല് വെട്ടുന്ന മെഷീൻ വന്നപ്പോൾ CIT-കാർക്ക് പണി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തവരാണ് ഇവിടുത്തെ CIT-കാരും CPM-കാരും. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അത്യാധുനിക സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ അതിന് നമ്മൾ എന്തിന് ബിൽഗേറ്റിന്റെ അടിമപ്പണി എടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് ചോദിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയോട്. ഈ ഒരു സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തെ ഒരു കാളവണ്ടി യുഗത്തിലേക്ക് അല്ലെങ്കിൽ 50 വർഷം പിറകോട്ട് വലിക്കുന്നതിനപ്പുറം കേരളത്തിന്റെ, നമ്മുടെ നാടിന്റെ വികസനം, ആ വികസനത്തിൽ പങ്കാളികളാകാനും വികസന രംഗത്ത് ഉജ്ജ്വലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഐക്യ ജനാധിപത്യ മുന്നണി ഇനിയും ഒരുപാട് കാലം, അത് ഒരു ഭരണത്തിന്റെ കാര്യമല്ല, ഒരുപാട് കാലം ഭരണം തുടരണമെന്ന അറിയിക്കാനുള്ളത്. ശ്രീ പ്രദീപ്, ശ്രീ ആലിക്കുട്ടി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തില് ഏതെങ്കിലും ഒരു പ്രത്യേക ജനോപകാരപ്രദമായ വികസന സംരംഭത്തെ ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടിയോ LDFോ എതിർത്തിട്ടുണ്ടോ? കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് 60 വർഷം തികയുന്ന വർഷം കൂടിയാണ് 2016. കേരള സംസ്ഥാനത്തെ ഒന്നാമത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്ത സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ കൃത്യമായ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കിയെടുക്കുകയും കേരള മോഡൽ വികസനമെന്ന് പറയുന്ന ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആകമാനം ആകർഷിക്കുന്ന വികസന മാതൃക ഉണ്ടാക്കിയെടുക്കുവാനും കഴിഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുമാണ്. EMSന്റെ ഒന്നാമത്തെ മന്ത്രിസഭ 1957 അധികാരത്തിൽ വരുമ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നതിന് മുന്നോടിയായി 1956 ജൂൺ മാസം 24, 25 തീയതികളിൽ തൃശൂർ വെച്ചു ചേർന്ന ഇന്ന് ഞങ്ങൾ നടത്തുന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് സമാനമായിട്ടുള്ള ഒരു കേരള വികസന ചർച്ചയുടെ ഭാഗമായിട്ടാണ്
അന്നത്തെ ഗവൺമെന്റ് തുടങ്ങിവെച്ച പരിഷ്കരണ പരിപാടികളുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നാമത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന വികസന കാഴ്ചപ്പാടിൽ നിന്ന് കൊണ്ടു മാത്രമാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ പിന്നീടുള്ള വികസന കുതിപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ 13ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന വലതുപക്ഷ ഗവൺമെന്റ് കേരളത്തെ ഒരു 50 വർഷം പിന്നോട്ട് നയിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമല്ല. വികസനം എന്ന് പറയുന്ന ഒന്ന് എന്ത് കാഴ്ചപ്പാടിലാണ് വലതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇന്നും വ്യക്തമല്ല. കുറച്ച് കോൺക്രീറ്റ് മന്ദിരങ്ങൾ ഉയർത്തിക്കാട്ടി ഞങ്ങളുടെ അടിസ്ഥാനപരമായ വികസനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ധരിച്ചു വെക്കുന്നതെങ്കിൽ അതിനോട് ഞങ്ങൾക്ക് എതിരഭിപ്രായമേ സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ഗവൺമെന്റുകൾ കാലാകാലങ്ങളായി കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പലതുണ്ട്. അവസാനമായി വേണമെങ്കിൽ 96-ലെ നയനാർ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ജനകീയാസൂത്രണം, അതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള സാക്ഷരതാ പ്രവർത്തനങ്ങൾ, അതിനുശേഷം കൊണ്ടുവന്നിട്ടുള്ള പ്രവാസികാര്യ വകുപ്പുകളെ സംബന്ധിക്കുന്നത്, ഇങ്ങനെ അടിസ്ഥാനപരമായി സമഗ്രമായി സമസ്ത മേഖലകളിലുമുള്ള ജനവിഭാഗങ്ങൾക്ക് വികസനത്തിന്റെ മെച്ചം ലഭിക്കണമെന്നും വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ അഴിമതി നടത്തി സ്വന്തം കീശ വീർപ്പിക്കലല്ല എന്നും അത് ലോകോത്തര രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ അത് മേൽക്കോയ്മ നേടണമെന്നുമുള്ള അടിസ്ഥാനപരമായ പഠനങ്ങൾ നടത്തിയാണ് ഇടതുപക്ഷം പലപ്പോഴും വികസനത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇടതുപക്ഷത്തെ മുദ്ര ചാർത്തപ്പെടുന്നത് ഇവർ വികസന വിരോധികൾ എന്നാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വലതുപക്ഷം മുന്നോട്ട് വെക്കുന്ന അജണ്ടകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉൾക്കൊള്ളുന്ന അടിസ്ഥാനപരമായ ഒരു വികസന നയം, ഒരു ബദൽ സമീപനം മുന്നോട്ട് വെക്കുവാൻ കഴിയുന്ന കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്റെ ചോദ്യം അഡ്വക്കേറ്റ് സുധീന്ദ്രനോടാണ്. ഇപ്പൊ പ്രദീപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എടുത്തു പറയത്തക്ക എന്ത് വികസനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്? പാലം, റോഡ്, ബിൽഡിങ്ങുകൾ, ഇങ്ങനെയുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള അത് ജനതയുടെ ഒരു ആവശ്യമാണ്. അത്യന്താപേക്ഷിതമായ ഒരു സംഗതി ചെയ്ത് കാട്ടിയിട്ടാണോ നിങ്ങൾ ഈ സമഗ്രമായ വികസനം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്? അതുപോലെ തന്നെ ഇവിടെ സാധാരണക്കാരായ ജനങ്ങളും കർഷകരും ദുരിതത്തിലല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി എന്ത് പദ്ധതിയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഭൗതിക സാഹചര്യ വികസനത്തിന്റെ പെരുമഴകളെ പറ്റി ഗൗരവതരമായി എടുത്തുയർത്തി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ വികസനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട, കയറിക്കിടക്കാൻ കൂരയില്ലാത്ത, റേഷൻ കാർഡില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത 20% വരുന്ന അടിസ്ഥാന വർഗത്തിനെ മുഖ്യധാരയിലെ ജനങ്ങളാക്കി വളർത്തുവാൻ നടത്തിയ വികസനത്തെയാണ് വികസനമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ആദ്യം ഭരണത്തിൽ വന്ന ജനാധിപത്യ ഭരണകൂടം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടമായതുകൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ട നയരേഖകൾ രൂപീകരിക്കുക എന്നുള്ളത് അവരുടെ കർത്തവ്യമാണ്. പക്ഷേ അതിന് തുടർന്നു വന്ന ഭരണകൂടങ്ങളൊക്കെയും സർവതോമുഖമായ ഒരു വികസനത്തെ രാജ്യത്തെ ജനതയ്ക്ക് പ്രദാനം ചെയ്യുവാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് ബഹുഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന പിന്നോക്ക വിഭാഗങ്ങളുടെ വികാരത്തിനെതിരായിരുന്നു എന്നുള്ള കാര്യവും അതിന്റെ സുഹൃത്ത് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ എന്ന ദേശത്ത് മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ആ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന കേരള കൗമുദി പത്രാധിപർ സുകുമാരൻ നടത്തിയ മഹത്തായ കുളത്തൂർ പ്രസംഗത്തിലെ ഒരു വരി ഇത്തരണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും.
പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങും അങ്ങയോടൊപ്പമുള്ള സഖാക്കളും ഒളിവിലിരുന്നപ്പോൾ പോക്കനും പോക്കിയും ചുട്ടു തന്ന മീനിന്റെയും കപ്പയുടെയും സ്വാദ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോയോ എന്ന് ചോദിച്ച ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തമായ ഒരേടാണ്. അന്ന് തന്നെ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി സാക്ഷാൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഭരണപരിഷ്കാര കമ്മീഷനിൽ ശുപാർശ ചെയ്തു. കേരളത്തിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്ന് ഇന്നും ആ വിഷയത്തിലേക്ക് വരികയാണ്. ആ ചിന്ത കൊണ്ടുവന്ന് കേരള പൊതുസമൂഹത്തെ വിഷലിപ്തമാക്കിയത് അന്ന് തുടങ്ങിയ ഇട്ട ആ വിത്താണ്. ഞാൻ വരുന്നത്, താങ്കൾ ചോദിച്ചത് എന്ത് വികസനമാണ് ചെയ്തത് എന്നുള്ളത്. ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എടുത്തു കാണിക്കുവാൻ പറ്റുന്നത്, അതാണ് പാലവും റോഡും. അതൊരു സമൂഹത്തിൽ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, എടുത്തു കാണിക്കുവാൻ, കൈകൊണ്ട് എടുത്ത് നിങ്ങൾക്ക് കാണിക്കുവാൻ ഒക്കില്ല. പക്ഷേ ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിലെ കലവൂരിൽ തൊട്ട് കിഴക്ക് വശത്ത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രം തെങ്ങിപ്പാർക്കുന്ന ഒരു കോളനിയിലെ ഭാർഗവി എന്ന അമ്മയുടെ കഥ ഞാൻ പറയാം. ഉമ്മൻചാണ്ടിയുടെ വികസനത്തെ പറ്റിയിട്ടാണ്. തന്റെ ഭർത്താവും തന്റെ കുടുംബത്തിലുള്ളവരും അവരും ഉൾപ്പെടെ സകല പേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷേ അത് ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്, കലവൂരിലെ ആ ഭാഗം. ആ സ്ത്രീ, ഭർത്താവ് അകാലത്തിൽ മരിച്ചു. ക്യാൻസർ രോഗം വന്ന് ദുരിതബാധിതയായി ഈ അമ്മ കിടന്നുപോയി. പക്ഷേ ഈ അമ്മയോടൊപ്പം അമ്മ ജീവിതവും ആയ കാലത്ത് മുദ്രാവാക്യം വിളിക്കുവാൻ ആരോഗ്യവും കൊടുത്ത പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഒരു സഹായവും ഉണ്ടായില്ല. മരണത്തോട് മല്ലിട്ട് കിടന്ന ഈ അമ്മയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ, ഇവർ കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഭാർഗവി അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഈ ഭാർഗവി അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആ വീട്ടിലേക്ക് ഭയചികതരായി കഴിഞ്ഞയാഴ്ച KSUവിന്റെ പ്രവർത്തകർ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിനായി ചെന്നപ്പോൾ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, മോനെ, ഈ അമ്മയുടെ ജീവിതകാലം മുഴുവൻ വോട്ട് കുത്തിയ ചിഹ്നത്തിൽ നിന്ന് മാറി എന്റെ കൺകണ്ട ദൈവമായി ഞാൻ എന്റെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ചവറയിൽ ചെന്നപ്പോൾ അവിടെ മെനഞ്ചൈറ്റിസ് ബാധിച്ച് ജീവിതവും മരണവും തമ്മിലുള്ള നൂൽപ്പാലത്തിൽ കിടന്നിരുന്ന ഒരു കൊച്ചുപയ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്, ആ കൊച്ചുപയ്യൻ ആ സ്റ്റേജിൽ കയറി ഉമ്മൻചാണ്ടിക്ക് ദൈവതുല്യമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടതാണ്. ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിടന്ന വലിയൊരു ജനവിഭാഗത്തെ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ടോട്ടൽ ഡൗൺ ട്രിഡൻ 20%, ആരാലും തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ആ ജനതയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഉമ്മൻചാണ്ടി എന്ന ദൈവപുത്ര സമാനമായ ഒരു വികസന നായകൻ ഇവിടെ നടപ്പാക്കിയത്. ശ്രീ കെ ആർ അജിത്ത്, അഡ്വക്കേറ്റ് സുരേന്ദ്രന്റെയും ആലിക്കുട്ടി വളവത്തൂരിന്റെയും അവകാശവാദങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഭരണം ഇനി ഈ നാട്ടിൽ തുടരണമോ? ആദ്യമായി ഈ സംരംഭം സംഘടിപ്പിക്കുന്ന പ്രവാസി ദർശന നവയുഗം സാംസ്കാരിക വേദിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു, LDF വരും, എല്ലാം ശരിയാകും. എന്തുകൊണ്ട് എല്ലാം ശരിയാകും എന്ന് ഞങ്ങൾ പറയുന്നത്, കഴിഞ്ഞ 5 വർഷ കാലയളവിൽ UDFന്റെ ഭരണം സമസ്ത മേഖലകളെയും തകർത്ത് തകിടം മറിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് LDF വരും, എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ശ്രീ സുധീന്ദ്രൻ മാസ്റ്ററോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ? അതിൽ അദ്ദേഹത്തിന് ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. വികസനത്തെക്കുറിച്ച് ഉള്ള ഇടതുപക്ഷ മുന്നണിയുടെ കാഴ്ചപ്പാട് അമ്പരചുംബികളായ കെട്ടിടങ്ങളോ വിമാനത്താവളങ്ങളോ മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഊന്നിയുള്ള വികസന കാഴ്ചപ്പാടാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ശ്രീ സുധീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു, പല കാര്യങ്ങളും നമുക്ക് നേരിൽ കാണാൻ പറ്റില്ല എന്ന്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കൊണ്ടുവന്ന പ്രത്യുൽപാദനപരമായ വ്യവസായങ്ങൾ, ആ വ്യവസായങ്ങളാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് കാരണങ്ങളായിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരം ഒഴിയുമ്പോൾ നഷ്ടത്തിലായിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിൽ കൊണ്ടുവരാനും അത് സുഗമമായി പ്രവർത്തിക്കാനും കഴിഞ്ഞത് ഇപ്പോൾ ഏകദേശം 75% നിലവിലുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും
തകർത്ത് തരിപ്പണമാക്കി നഷ്ടമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഗവേഷണം നടത്തിയാണ് ഓരോ സ്ഥാപനങ്ങളും അവര് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത വ്യവസായങ്ങളായ കൈത്തറിയും കശുവണ്ടിയും കയർ മേഖലയും തകർത്തു. അതിലൊന്നും പണിയില്ലാത്തൊരവസ്ഥ. കശുവണ്ടി തകർന്നത് കശുവണ്ടി നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടോ നമ്മൾ കയറ്റി അയക്കാത്തത് കൊണ്ടോ അല്ല, അതിന് ആവശ്യമായ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ആർജവം കാണിക്കാത്തത് കൊണ്ടാണ്. അതിൽ വളർന്നതാരാണ്? സ്വകാര്യ കുത്തക മുതലാളിമാർ അവരുടെ ഫാക്ടറികൾ വളർത്തുന്നതിന് സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളികളെ കരുവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് കൈത്തറി മേഖലയിൽ. മുൻപ് എന്നത്തെക്കാളും കൂടുതൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ കൈത്തറി നമ്മൾ ഉപയോഗിക്കാതിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ കൈത്തറി ഉപയോഗിക്കുന്നെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൈത്തറിയൊക്കെ തീർന്നു. അതും മില്ലുകളും മറ്റും സ്വകാര്യ മേഖലകൾ ഏറ്റെടുക്കുന്ന ഒരു സ്വകാര്യ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ കാലയളവിൽ ഈ UDF ഗവൺമെന്റ് വന്നത്. പിന്നെ അവർ പറയുന്നത് മെട്രോയും കണ്ണൂർ വിമാനത്താവളവും പിന്നെ വിഴിഞ്ഞം പദ്ധതിയുമൊക്കെയാണ്. സ്വാഭാവികമായി ഇടതുപക്ഷ ഗവൺമെന്റുകൾ തുടങ്ങിവെച്ച കാരണങ്ങൾ ഭരണക്രമങ്ങളുടെ ഭാഗമായി അതിന്റെ ഒരു തുടർച്ച ഉണ്ടായി. അതിന്റെ പണികളൊന്നും പൂർത്തിയാക്കാതെ തന്നെ ഉദ്ഘാടനം ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യം കഴിഞ്ഞ UPA ഗവൺമെന്റ് അതിനധികം അനുമതി കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മോഡി സർക്കാർ അനുമതി കൊടുത്തു. മോഡി സർക്കാർ അനുമതി കൊടുത്തത് കേരളത്തിലെ ജനതയോടോ UDF സർക്കാരിനോടോ ഉള്ള ഇഷ്ടം കൊണ്ടല്ല, അത് അദാനിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അദാനിയെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതിന്റെ തെളിവാണ്. പിന്നെ ശ്രീ സുധീന്ദ്രൻ മാഷ് പറഞ്ഞ വികസനം, ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ അവർക്ക് പൈസ കൊടുത്തു എന്ന്. ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണത്തലവൻ ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്ന പ്രവർത്തനമാണോ അത്? നവയുഗം സാംസ്കാരിക വേദി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1 കോടി രൂപ ഇതേപോലുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ സംഘടനകളും KMCC ഉൾപ്പെടെയുള്ള സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള ഇവിടുത്തെ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർ സാധാരണക്കാരുടെ അസുഖം ബാധിച്ചവരെ എല്ലാം സഹായിച്ചിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ടുള്ള പൈസകൾ വിതരണം ചെയ്യാൻ, അത് മേളകളാക്കി 1000 രൂപ വിതരണം ചെയ്യുമ്പോൾ അതിന് 10,000 രൂപ അതിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണജനകമായി സംസാരിക്കുക. ഒന്നുകിൽ അങ്ങ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി സംസാരിക്കുക. നിങ്ങൾക്ക് അവസരമുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത് ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ എന്തോ ആവട്ടെ, അത് എടുത്ത് കാണിക്കാൻ പൊതുസമൂഹത്തിന് മുൻപ് പറയാൻ അവസരമുണ്ടല്ലോ. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ കണ്ണൂർ വിമാനത്താവളം നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ? കണ്ണൂർ വിമാനത്താവളം നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞില്ലല്ലോ. കൊച്ചി മെട്രോ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുമോ? യൂണിറ്റുകളെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഈ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ശ്രീ ആലിക്കുട്ടി സംസാരിക്കാം. കുറച്ചു സമയം മുമ്പ് എന്റെ സുഹൃത്ത് LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു. കേരളത്തിലെ കുട്ടികൾ LKG സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പോലും ഏറ്റവും വലിയൊരു തമാശയാണിത്. സത്യത്തിൽ LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പഞ്ചനക്ഷത്ര മധ്യ രാജാക്കന്മാരുടെ മുതലാളിമാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീണ്ട 35 വർഷക്കാലം ഒരു സംസ്ഥാനത്തെ ശരിയാക്കാൻ വേണ്ടി ജനവിധിയിലൂടെ പശ്ചിമ ബംഗാളിൽ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി അവസരം കൊടുത്തിരുന്നു. ഇന്ന് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന രക്ഷ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിലാണ് എന്ന കാര്യം ഇവിടെയുള്ള പത്രങ്ങൾ വായിക്കുന്ന, മീഡിയ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ബംഗാളിലുള്ള ആളുകൾക്ക് അവരുടെ ദയനീയ മുഖം കേരളത്തിൽ ചില റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ബംഗാളികൾക്ക് സത്യത്തിൽ നമ്മുടെ കേരളമാണ് ഗൾഫ്. അവർ 3-4 മാസം നമ്മുടെ സംസ്ഥാനത്ത് കഠിനാധ്വാനം ചെയ്ത് തിരിച്ചു പോകുമ്പം ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും നല്ലൊരു സ്പ്രേ വാങ്ങിയിട്ട് ലുലുവിലൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് അവർ ബംഗാളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഉണ്ടാക്കാൻ സാധിച്ചത് ഐക്യജനാധിപത്യ കാഴ്ചപ്പാടുകൊണ്ടാണ്. ഈ വികസന കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം ഞാൻ സൂചിപ്പിച്ചല്ലോ നേരത്തെ എന്റെ ആമുഖ പ്രസംഗത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തൊക്കെ വികസനവുമായി UDF ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്നു, അതിനെയൊക്കെ തകിടം മറിക്കാനും തകർക്കാനുമുള്ള ഒരു വികലമായ കാഴ്ചപ്പാട്. സമരത്തിന് പോലും സമരം കൊണ്ട് നിയന്ത്രിക്കുക, എല്ലാ റോഡുകളും സ്തംഭിപ്പിക്കുക, പിക്കറ്റിങ്ങുകളും ധർണകളും കൊണ്ട് ജനജീവിതം സ്തംഭിപ്പിക്കുക. ഇതാണോ ഒരു വികസന കാഴ്ചപ്പാട്? ADB വായ്പയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ADB വായ്പയെ എതിർത്തുകൊണ്ട് സംസ്ഥാന നഗരിയെ സ്തംഭനാവസ്ഥയിലേക്ക് കൊണ്ടുപോയ ഒരു പാർട്ടിയാണ് CPM.
പിന്നെ അവർ അധികാരത്തിൽ വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു, വായ്പ വാങ്ങി. എക്സ്പ്രസ് ഹൈവേ പറ്റി പറയാനുണ്ട്, അതവർ എതിർത്തു, പിന്നെ അതിന്റെ പേര് മാറ്റി സ്വാഗതം ചെയ്തു. +2 വന്നപ്പോൾ അതിനെ എതിർത്തു, പിന്നെ അവർക്കത് ഏറ്റെടുക്കേണ്ടി വന്നു. സ്വാശ്രയ കോളേജിനെ എതിർത്തു, ഇപ്പം CPM-ന്റെ പല മുതലാളിമാരും നടത്തുന്നുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് മുതലാളിമാരുടെ എയർപോർട്ടാണെന്ന് ഇവർ എതിർത്തു, പിന്നെ അവർ സ്വാഗതം ചെയ്യേണ്ടി വന്നു. എല്ലാ കാര്യം വിഴിഞ്ഞം എയർപോർട്ടിനെ നഗശികാന്ന് ഇവർ എതിർത്തു, വികസനത്തെ എതിർത്തു. ഞാൻ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ കേരളത്തിന്റെ കാര്യവും ബംഗാളിന്റെ കാര്യവും പറഞ്ഞല്ലോ. ലോകത്ത് റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും റൊമാനിയയിലും ഒക്കെ ഉള്ള കമ്മ്യൂണിസം തകർന്ന് ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസത്തിന്റെ ഒരു അല്പമെങ്കിലും അവശേഷിക്കുന്ന രാജ്യമുണ്ടെങ്കിൽ അത് ക്യൂബയാണ്. ക്യൂബയിലെ ഡോക്ടർമാർ വാങ്ങുന്ന ശമ്പളം എത്രയാണെന്ന് അറിയുമോ? ഡോക്ടർമാരുടെ ശമ്പളം $50 എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 2000 രൂപ. ആ 2000 രൂപ കൊണ്ട് ജീവിതം നയിക്കാൻ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് റെസ്റ്റോറന്റുകളിൽ വെയിറ്റർമാരായി ജോലി ചെയ്യുന്ന ഒരു ദുരവസ്ഥ ക്യൂബയിലുള്ള ജനങ്ങൾക്കുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ തകർച്ച, പതനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇവരാണോ വികസനത്തിന് വേണ്ടി വികസനം ദാഹിക്കുന്നവരും വികസനം കൊതിക്കുന്നവരുമായി? ഞാൻ ഒരു കാര്യം പറയുന്നു, എല്ലാം ശരിയാകും. പിണറായി അച്യുതാനന്ദനെ ശരിയാക്കും, അച്യുതാനന്ദൻ പിണറായി ശരിയാക്കും. ഇത് കണ്ട് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കേരളത്തിൽ സംജാതമാകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പ്രദീപ്, LDF വരും, എല്ലാം ശരിയാകുമെന്നാണല്ലോ പറയുന്നത്. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഏതാണ്ട് പകുതിയിൽ അധികം സമയം ഈ സംസ്ഥാനം ഭരിച്ചവരാണ് നിങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടുന്ന LDF. ഇനിയും നിങ്ങൾക്ക് അന്നൊന്നും ശരിയാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ശരിയാക്കേണ്ടതായിട്ടുണ്ടോ ഇവിടെ? 1. 2, ഈ പറയുന്ന എല്ലാം ശരിയാക്കാൻ എന്ത് മാന്ത്രിക വടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ശരിയാക്കുക? LDF വരും, എല്ലാം ശരിയാകുമെന്നുള്ള മുദ്രാവാക്യം കേരളത്തിലെ ആബാലവൃത്തം ജനങ്ങളും 2 കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്നൊരു പരിപാടിയുണ്ട്. ഇവിടെ നമ്മുടെ UDF-ന്റെ 2 സുഹൃത്തുക്കൾ എൻ്റെ ഇടവും വലതും നിന്നുകൊണ്ട് ചെയ്യുന്നത് ഒരു പരിധിവരെ അതാണ്. നമ്മൾ വസ്തുതകൾ പരിശോധിക്കപ്പെടണം. നിങ്ങൾ തന്നെ പറയുന്നു കേരളത്തിൽ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണ് നിങ്ങൾ പറയുന്നു. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചതുകൊണ്ടാണ് വികസനം വരാഞ്ഞതെന്നും അവിടെ മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുവെന്നും നിങ്ങൾ പറയുന്നു. എന്റെ അവതാരകൻ ദേവിയത് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി എനിക്ക് സമയം തരണം. ഞാൻ ബഹളം വെക്കാൻ ആളല്ല, കൃത്യമായി മറുപടി പറയാൻ ഞാൻ ശ്രമിക്കാം. ബംഗാളിന്റെ പ്രശ്നം തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബംഗാളിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യ വിഭജിക്കുമ്പോൾ, ബംഗാൾ വിഭജിക്കുമ്പോൾ ലക്ഷോപലക്ഷം അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു ബംഗ്ലാദേശ്, അഥവാ നമ്മുടെ ബംഗാൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനം. അവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന 70-കൾക്ക് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് കൂടി നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം അവിടെ വർഗീയതകൾ ഉണ്ടായിട്ടില്ല, അവിടെ ഭൂപരിഷ്കരണ സംവിധാനങ്ങൾ വന്നു, കൃഷിഭൂമികൾ ഒരു പരിധിവരെ അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള കൃഷിക്കാർക്ക് ലഭ്യമായി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇല്ല എന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. ഈ നന്ദിഗ്രാമം, സിംഗൂരൊക്കെ ഉൾപ്പെടുന്ന ബംഗാളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പറയാം ബംഗാളിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ന് ഇവിടെ ഈ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നവരുടെ വാദമുഖങ്ങളിൽ തന്നെ അതിന് മറുപടിയുണ്ട്. ഇവരുടെ വാദം കേട്ടാൽ തോന്നും കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്ത് മാത്രമാണ് കോൺഗ്രസ് ഇതുവരെ ഭരിച്ചിരുന്നെന്ന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണല്ലോ, അക്കാര്യം തർക്കമില്ലല്ലോ. ബംഗാളിന്റെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള ആസാം ആണെങ്കിലും ബീഹാർ ആണെങ്കിലും ഉത്തർപ്രദേശ് ആണെങ്കിലും അങ്ങനെ അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളും നാളിതുവരെ മഹാഭൂരിപക്ഷ വർഷങ്ങളും ഭരിച്ചത് ഈ കോൺഗ്രസ്സുകാരാ. ബംഗാൾ സംസ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് ഈ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിലേക്ക് ഈ ബംഗാളി തൊഴിലാളി പോകുന്നില്ല? അവിടെ ജാതീയത നിലനിൽക്കുന്നു, വർഗീയത നിലനിൽക്കുന്നു, മെച്ചപ്പെട്ട തൊഴിൽ വേതന സംവിധാനങ്ങളില്ല, വേതനങ്ങളില്ല. അപ്പൊ ഈ കേരളത്തിലേക്ക് വരുന്ന ബംഗാളി ആളുകൾ മാത്രമാണോ? അല്ല, കേരളത്തിൽ ഈ കോൺഗ്രസ് ഭരിക്കപ്പെട്ടുള്ള ആസാമിലെയും UP-യിലെയും ബീഹാറിലെയും അങ്ങനെ ദരിദ്ര നാരായണന്മാരായിട്ടുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ച് മുടിച്ച് നാമാവിശേഷമായി നാരായണക്കല്ല് മൂത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നു. അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ ഒരു കാരണവശാലും ഞങ്ങൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ തൽക്കാലം അനുവദിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ വികസനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറയും കേരളത്തിൽ ഞങ്ങൾ വികസനം കൊണ്ടുവന്നു.
എന്തേ ഇതേ വികസനം നിങ്ങൾക്ക് ഞാൻ ഈ സൂചിപ്പിച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെ എതിർത്തു, ട്രാക്ടറിനെ എതിർത്തു എന്ന് പറയും. കമ്പ്യൂട്ടറിനെ എതിർത്തു എന്ന് നിങ്ങൾ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ധീരനായ മുഖ്യമന്ത്രി സഖാവ് നായനാരല്ലേ 96-ൽ ആദ്യമായി IT സെക്ടറിലെ പാർക്കുകളും ഇൻഫോ പാർക്കുകളും തുടങ്ങി മാതൃകാപരമായ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്? ശ്രീ ഉമ്മൻചാണ്ടിയുടെ അവസാന നാളുകളിൽ ടീക്കോ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നുകൊണ്ട് സ്മാർട്ട് സിറ്റി കൊണ്ടുവരുന്നതിനുള്ള നാമ നടപടി തുടങ്ങി വെച്ചു. എന്തായിരുന്നു ആ നടപടികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അന്ന് ആ കമ്പനി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 6 നിർദ്ദേശങ്ങളുണ്ട്. ആ 6 നിർദ്ദേശങ്ങളിൽ ഇതിനനുവദിക്കുന്ന ഭൂമിയിൽ നിന്ന് 30% ഭൂമി ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി മാറ്റിവെക്കപ്പെടും. ഇതുകൊണ്ട് ലഭ്യമാകുന്ന തൊഴിൽ സാധ്യത കേവലം 25,000 മാത്രമായി. ഒറ്റ മിനിറ്റ് ഈ ബദൽ സംവിധാനത്തെ പറ്റി പറയാൻ സമയം തരും നിങ്ങൾ. 250 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ മറ്റൊരു IT പാർക്കോ സ്മാർട്ട് സിറ്റിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംവിധാനമോ ഞങ്ങൾ അനുവദിക്കുകയില്ല. എന്താണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന സഖാവ് VS നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തെന്താണ്? ഈ 30% ഭൂമി പോയിട്ട് IT മേഖലയിൽ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി അനുവദിക്കപ്പെടുന്ന 1 സെന്റ് ഭൂമി പോലും റിയൽ എസ്റ്റേറ്റിന് വേണ്ടി മാറ്റുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. എല്ലാ ഭൂമിയും IT സെക്ടറിലുള്ള അനുബന്ധ വ്യവസായങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് മാത്രമാണോ? 25,000 തൊഴിൽ സാധ്യത എന്നുള്ളതിനെ 99,000 തൊഴിൽ സാധ്യതകളായി വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. ഗവൺമെന്റിന്റെ പങ്കാളിത്തം 9% എന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പറഞ്ഞിരുന്നതിനെ 26% ഉയർത്തിക്കാട്ടുവാൻ LDF ഗവൺമെന്റ് ശ്രമിച്ചു. ഇതാണോ ഞങ്ങളാണോ വികസന വിരോധികൾ? ആരാണ് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള വികസനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഇതിന് സമാധാനമായി മറുപടി പറയുവാൻ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ശ്രമിക്കണം. നമുക്ക് 4 പേരുടെയും അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടു. നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായും നിങ്ങളോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഗ്രാമസ്വരാജ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളിലെ 9ാം പദ്ധതി, സംശയമില്ലല്ലോ. ആ പദ്ധതിയെ കേരളത്തിൽ നമ്മുടെ പരിഷത്തും CPM ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് നടന്ന നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഇതിനങ്ങ് പേര് മാറ്റി ഗ്രാമസഭ. മഹാത്മാഗാന്ധി ഗ്രാമങ്ങൾ വികസിക്കണമെന്ന് സ്വപ്നം കണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ച 9ാം പഞ്ചവത്സര പദ്ധതിയിലെ ഗ്രാമസഭയെ ഇങ്ങ് കേരളത്തിലോട്ട് കൊണ്ടുവന്ന് അങ്ങ് ബുദ്ധിജീവി ചിന്തയിൽ നമ്മുടെ തോമസ് ഐസക് അദ്ദേഹം എന്തുകൊടുത്തെന്നറിയാവോ? ഇതിനൊരു പേരിട്ട് നിങ്ങളുടെ കോൺഗ്രസിൽ എന്താണ്? ജനകീയ ആസൂത്രണ പദ്ധതി. ഇത് കേരളത്തിലെ വാർഡുകളെ അടിസ്ഥാന യൂണിറ്റുകളായി കണ്ടുകൊണ്ട് ഇത് ഗ്രാമസഭയാക്കി മാറ്റി. ഈ ജനകീയ ആസൂത്രണ പദ്ധതി യഥാർത്ഥത്തില് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന 9ാം പഞ്ചവത്സര പദ്ധതിയിലെ ഫണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിലൊരു സംസ്ഥാന വിഹിതം കൊണ്ട് നടപ്പാക്കിയ പദ്ധതിയല്ലേ? ഇതിനെല്ലാം കേരള വികസന പദ്ധതിയായിട്ടും നീർത്തട പദ്ധതിയായിട്ടും അവതരിപ്പിച്ചത്. ഭാഗികമായി അവിടെ ഇവിടെയൊക്കെ ചില ശരികളിലേക്ക് പോയെന്നുള്ളതാണ് വസ്തുത. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 87-ൽ അധികാരത്തിലിരുന്ന LDF ഗവൺമെന്റ് വളരെ ഭംഗിയായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ജില്ലാ കൗൺസിൽ. ആ ജില്ലാ കൗൺസിലിനെ അതിനുശേഷം വന്ന UDF ഗവൺമെന്റ്, വളരെ നമ്മുടെ എല്ലാവരുടെയും ലീഡറായിട്ടുള്ള സാക്ഷാൽ K. കരുണാകരൻ, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അതിനെ ജില്ലാ കൗൺസിലാക്കി എന്നാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. എന്നാൽ ഇന്ത്യ സംസ്ഥാനങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ എണ്ണം നമ്മുടെ ഈ ഒരു കൈപ്പത്തിയിൽ എണ്ണിത്തീർക്കാൻ പറ്റുന്ന സംസ്ഥാനങ്ങളേ ഉള്ളൂ. അതിൽ കർണാടകയും കേരളവും തുടങ്ങി ബംഗാൾ പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കി വിജയിപ്പിച്ചത്. അതിൽ ഇദ്ദേഹം ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് മാറ്റി മറ്റൊരു പദ്ധതിയായി കേരളത്തിൽ നടപ്പിലാക്കേണ്ട ആശയപരമായ ദാരിദ്ര്യമൊന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കില്ല. അങ്ങനെ നടപ്പിലാക്കിയിട്ടുമില്ല. ഓരോ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും കാലാകാലങ്ങൾക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെയും വികസനപരമായ പരിപ്രേക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും മുന്നോട്ട് വെക്കുവാൻ കഴിയുന്നവരുടെ
കൂടിക്കാഴ്ചകൾ നടത്തി അടിസ്ഥാന മേഖലയിലുള്ള സകലമാന ജനങ്ങൾക്കും കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ ഭാഗവാക്കാകണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നടത്തിയുള്ള പദ്ധതികളാണ് ജനകീയാസൂത്രണം. അതിനെ അദ്ദേഹം ആക്ഷേപഹാസ്യപരമായി എങ്ങനെ പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല. അതുകൊണ്ട് ജനകീയാസൂത്രണ പദ്ധതി കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസേതരമായിട്ടുള്ള മറ്റ് NDA സഖ്യകക്ഷികൾ ഭരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നതിനോ അതിനെപ്പറ്റി ആലോചിക്കാനോ കഴിയാതിരുന്ന ഒരു സന്ദർഭത്തിലാണ് 87 തൊട്ട് കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയെന്ന് മനസ്സിലാക്കണം എന്റെ മാന്യ സുഹൃത്ത്. അത് മാത്രമല്ല, അതിനെ മുളയിലെ തന്നെ നുള്ളിക്കളയുകയും പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളതെന്ന് കൂടി മനസ്സിലാക്കണം. കേരളത്തില് വികസനത്തിന് ഇനിയൊരു പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്ത്രീ സുരക്ഷയും പ്രവാസി സുരക്ഷയും. ഈ രണ്ട് വിഷയങ്ങളിൽ ഇടതു വലത് പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് എന്റെ ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ളത് OICCയുടെ പ്രതിനിധിയോടാണ്. അദ്ദേഹം ഇവിടെ ഏതായാലും ഉമ്മൻചാണ്ടിനെ ദൈവപുത്രനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളൂ. ഏതായാലും ദൈവമായിട്ട് അവതരിപ്പിച്ചില്ല എന്ന സമാധാനത്തോട് കൂടിയിട്ട് ഞാൻ പറയാണ്. ഏതായാലും അദ്ദേഹത്തിന് ഈ ദൈവത്തിന് കഴിഞ്ഞ ദിവസം മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് കോടതി വരെ പോകേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഈ വികസനങ്ങളുടെയൊക്കെ മഹാപ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു വരുന്നത് 2011 കേരളത്തില് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിന്റെ അന്നേ വരയ്ക്കുണ്ടായിരുന്ന കടം എന്ന് പറയുന്നത് കേവലം 78,000 കോടി രൂപയായിരുന്നു. ഇന്ന് 5 വർഷം പൂർത്തിയാകാതെ ഈ സമയത്ത് കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് 1,58,000 കോടി രൂപയാണ്. ഒരു മലയാളി 45,000 രൂപയ്ക്ക് എക്സ്ട്രാ കടക്കാരനായി ഈ 5 വർഷം കൊണ്ട് എന്ത് വികസനം നിങ്ങൾ കൊണ്ടുവന്ന്? 2,000 രൂപ ആലപ്പുഴയിൽ ഒരു രോഗിക്ക് കൊണ്ടുപോയി കൊടുത്തതോ? അത്തരം വികസനങ്ങളല്ല കേരളത്തിന്റെ ഭാവിക്ക് ആവശ്യം. ഇന്ന് നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ വന്നിരിക്കുന്നു. AC ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 1 യൂണിറ്റ് വൈദ്യുതി UDF ഗവൺമെന്റിനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞോ? ചോദ്യം 2, സൗരോർജം എന്ന പേരിൽ ഊർജം വികസിപ്പിക്കാൻ നടത്തിയതിന്റെ കഥകൾ കൂടുതൽ പറഞ്ഞിട്ട് ഈ വേദി മലിനമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്ത വികസനം എന്നൊന്ന് ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാം. അടുത്ത ഒരു അനുബന്ധമായിട്ട് ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, അതും കൂടെ ഒന്നിച്ച് പറയാമല്ലോ. എന്റെ ചോദ്യം, കേരള രാഷ്ട്രീയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നൊരു പദം സമ്മാനിച്ചത് CPI-ക്കാരാണ്. സത്യത്തിൽ എന്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോക്താക്കൾ ആരാണ്, ഉപജ്ഞാതാക്കൾ ആരാണ്, അത് കണ്ടുപിടിച്ച ആരാണ്? ആദ്യമായി ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ ഞാൻ ദൈവപുത്രൻ എന്ന് ഉപമിച്ചതിൽ സങ്കടപ്പെടേണ്ട. അത് ഞങ്ങൾ ദൈവവിശ്വാസികൾ നോക്കിക്കോളാം. ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങളുടെ അച്ഛനെ അച്ഛ എന്നോ ബാപ്പ എന്നോ പപ്പ എന്നോ ഉപ്പുപ്പ എന്നോ ഒക്കെ വിളിച്ചോളാം. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ ദയവായി സങ്കടപ്പെടരുത്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഭൂമിയിലെ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ 15.4%. കേരളത്തിലെ തൊഴിലില്ലായ്മ 7.4%. 2014-15 എക്കണോമിക് റിവ്യൂവിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ പുറത്തുവിട്ട രേഖ എന്റെ കൈവശമുണ്ട്. ഞാൻ ഇത്രയും സമയം അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ അച്യുതാനന്ദൻ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ 23%. 23% നിന്ന് 7.4% കുറച്ചു കൊണ്ടുവരാൻ മാത്രമേ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. അടുത്ത 5 വർഷം കൊണ്ട് അത് വീണ്ടും കുറച്ചു കൊണ്ടുവരാം. അത് വികസനം കൊണ്ടാണ് ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ തൊഴിൽ പങ്കാളിത്തം ദേശീയ ശരാശരിയേക്കാൾ തൊഴിൽ പങ്കാളിത്തം, അതായത് തൊഴിലിന് ഒരു തൊഴിലാളിയെ വിളിച്ചാൽ, അൺസ്കിൽഡ് തൊഴിലാളിയെ വിളിച്ചാൽ അവനെ തൊഴിലിന് ലഭ്യമാവുക, ഇതിനെയാണ് തൊഴിൽ പങ്കാളിത്തം എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശും തെലുങ്കാനയും ഇപ്പൊ വിഭജിച്ച 2 സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിലാണ് തൊഴിൽ പങ്കാളിത്തം മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലുള്ളത്. പണിക്ക് വിളിച്ചാൽ ആളില്ല, പകരം പണിയാൻ വരുന്നത് ബംഗാളിലും പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് കേരളത്തിലെ തൊഴിലാളികളുടെ ഇടയിലൂടെ സർക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്ന കേരളത്തിന്റെ മൂലധനം ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് പറഞ്ഞുകൂടാ. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് 25 ലക്ഷം കോടിയോളം രൂപ പ്രതിവർഷം ഒഴുകുകയാണ്. കേരളത്തിലെ തൊഴിലാളികളിൽ സർക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്ന കറൻസിയാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം തൊട്ട് കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് നോക്കുകൂലി വാങ്ങിക്കാൻ മാത്രമേ അറിയൂ. ഈ ടിപ്പർ ലോറി ഇറക്കിയാലും ലിഫ്റ്റ് പൊക്കി വെച്ചാലും നോക്കുകൂലിക്ക് ബില്ലുമായി നടക്കുന്നവരാണ്.
വിഴിഞ്ഞം പദ്ധതിയെ കുറ്റം പറഞ്ഞ എന്റെ സഖാക്കൾ പദ്ധതിക്ക് തറക്കല്ലിടുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് CITUവിന്റെ തൊഴിലാളി സംഘടനയുടെ ആഫീസും കെട്ടി അപേക്ഷാ ഫോറവുമായി ഇറങ്ങി. ഇത് മാത്രമേ നിങ്ങൾക്കറിയൂ. അല്ലാതെ ഈ രാജ്യത്ത് എന്തെങ്കിലും നടത്തിയിട്ട് വികസനം നടത്തുക എന്താണ് കേരളത്തിൽ നിങ്ങൾക്ക് ലഭിക്കാത്തത്? ഇന്ന് ഈ സൗദി അറേബ്യയിൽ നിങ്ങൾ ആസ്വദിക്കുന്ന ഏത് വിഭവത്തെക്കാളും സമൃദ്ധമായി കേരളത്തിന്റെ ഏത് പട്ടണത്തിലും സൂപ്പർ മാർക്കറ്റിലും ചെന്നാൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ നിന്നും സൗദികൾ ചികിത്സ തേടി പോകുന്നത് കേരളത്തിലെ ഒരുപിടി എണ്ണം പറഞ്ഞ ആശുപത്രികളിലേക്കാണ്. ഇവിടെ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അറബികൾ പോകുന്നത് നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്കാണ്. നമ്മുടെ നാട്ടിലെ പട്ടിണി ഉണ്ടാവണം, പരിവട്ടം ഉണ്ടാവണം, വികസനം വരരുത്, മനുഷ്യൻ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാർ. സാക്ഷരതാ പ്രവർത്തനം നടത്തി ഇവന്മാർ അക്ഷരം പഠിച്ച് പുസ്തകം വായിച്ചത് കൊണ്ടാണ് ജാഥയ്ക്ക് ആള് കിട്ടാത്തത് എന്ന് പറഞ്ഞ ഒരു MLA എന്റെ പഞ്ചായത്തിന് അടുത്തുണ്ട്. ഒരു മഹാകവിയായി ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ട്. ആധുനിക മഹാകവി G എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് അച്യുതാനന്ദന് സിന്ദാബാദ് വിളിക്കുന്നവരെല്ലാം കള്ളുകുടിയന്മാരാണ്. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു കള്ളുകുടിക്കുന്നവരാരും ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഇത്തരത്തിൽ വിരോധാഭാസങ്ങളുടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ച വിഷയത്തിലേക്ക് വന്നു. ചോദ്യത്തിന്റെ മറുപടി ഇത്രയും നേരം കഴിഞ്ഞ 3 തവണയും ഞാൻ പറഞ്ഞത് കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് ഇനി എണ്ണമിട്ട് പറയണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് ഭൗതിക സാഹചര്യ വികസനത്തെ പറ്റി ഞാൻ പറയുന്നില്ല എന്നാ പറഞ്ഞത്. ഞാൻ ഊന്നിപ്പറഞ്ഞത് 2, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ വിരലിലെണ്ണാവുന്ന മെഡിക്കൽ കോളേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുണ്ട്. അത് ജീവിതശൈലി കൊണ്ടാണ്. നമ്മുടെ മക്കൾ കൊണ്ട് കഞ്ഞിയും കപ്പയും തന്നത് ഇപ്പൊ ചിക്കനെ കഴിക്കൂ, ഏത് ബ്രോയിലർ ചിക്കനെ കഴിക്കൂ. എന്ത് ചെയ്യാം, നമ്മുടെ കുഴപ്പമില്ല. അവർ KFC മതി. അതിലാ വരുന്നത്. എന്തിനാ സഹോദര കിടന്ന് വിരളിരിക്കുന്നത്? ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ. 2, കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകളുണ്ട്, മലമ്പുഴ ഒഴികെ. അത് വികസനമാണ്. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, 2 പഞ്ചായത്തുകൾ മലമ്പുഴ ഒഴികെ. അത് വികസനമാണ്. കേരളത്തിലെ ക്യാൻസർ രോഗികളായ BPL കാർഡുകളിലുള്ള മുഴുവൻ രോഗികൾക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെ ചികിത്സാ സഹായം കൊടുത്തിരിക്കുന്നു. കേരളത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുവാൻ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഒരൊറ്റയാള് പോലും ആരോഗ്യ മേഖലയിൽ രോഗി പരിചരണം കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുവാൻ ആരോഗ്യ മേഖല കുറെ കൂടി സുതാര്യമാക്കിയിരിക്കുന്നു, ജനകീയമാക്കിയിരിക്കുന്നു. കേരളത്തിലെ റോഡുകൾ അറബ് രാജ്യങ്ങളിലെ റോഡുകളെ വെല്ലുന്ന റോഡുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നു. അതിൽ പാർട്ടി ചിഹ്നം എന്നെഴുതുമ്പോൾ ഹിന്ന എന്ന അക്ഷരം എഴുതുന്ന സമയത്ത് സഖാക്കൾ വള്ളുകുർത്തി പോകാഞ്ഞതുകൊണ്ട് പന്നയുടെ ഇന്നയാണ് എഴുതി ഇപ്പോൾ പഠിക്കുന്നത്. നിങ്ങൾ എഴുതി തെളിഞ്ഞോളൂ. ഇത് വികസനമാണ്. കൂടാതെ വിഴിഞ്ഞം പദ്ധതി, നിങ്ങൾ പദ്ധതി ഉണ്ടാവുന്നതിന് മുമ്പ് രസീത് കുറ്റിയടിച്ച് പിരിവ് തുടങ്ങുന്ന വിഴിഞ്ഞം പദ്ധതി, കേരളത്തിന്റെ തെക്കേറ്റമായ വിഴിഞ്ഞം ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് മേഖലയായി മാറുവാൻ പോകുന്നു. കണ്ടെയ്നർ ടെർമിനൽ, നമ്മുടെ കൊച്ചിയിലെ കണ്ടെയ്നർ ടെർമിനൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്നതിന് സമാനമായ കൊച്ചി മെട്രോ റെയിൽ പണി ഏതാണ്ട് 80% പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റൊന്ന് കണ്ണൂർ വിമാനത്താവളം. കണ്ടെയ്നർ ടെർമിനൽ വന്നിട്ട് എത്ര നാളായി വല്ലാർപാടം? അവിടെ ആരാണ് സമരം ചെയ്യുന്നത്? കോൺഗ്രസ്സുകാരാ. അവിടെ വരുന്ന കണ്ടെയ്നർ താഴെ ഇറക്കുന്നതിന് നോക്കുകൂലി മേടിക്കുന്നത് ഇടതുപക്ഷ യൂണിയനാ. അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാത്തത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നിസ്സഹകരണ മൂലമാണ്. വിഴിഞ്ഞം പദ്ധതി സഖാവ് VSന്റെ ഗവൺമെന്റ് കഴിഞ്ഞ LDF ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അതിന്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 2ാം UPA ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു വാദമാണെന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തിയത് ഒരു ചൈനീസ് കമ്പനിയുമായിട്ടായിരുന്നു. അപ്പൊ അന്ന് UPA ഗവൺമെന്റിനകത്തുണ്ടായിരുന്ന കോൺഗ്രസിന്റെ മന്ത്രിമാർ കണ്ടുപിടിച്ച ഒരു ന്യായം, ചൈനീസ് ഗവൺമെന്റിന്റെ കമ്പനി ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ വന്നൊരു പോർട്ട് തുടങ്ങിയാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കും. അപ്പൊ ഈ കമ്പനി എന്ത് ചെയ്തു? കമ്പനി ആശങ്കപ്പെട്ടു. കമ്പനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി. എന്നാൽ ഇതേ കമ്പനി, എന്റെ UDFന്റെ സുഹൃത്ത് മറുപടി പറയണം, തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഈ പോർട്ട് പണിയുന്നു. അപ്പൊ നമ്മൾ ഒരു വികസന പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ എന്നും അട്ടിമറിക്കപ്പെടുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ വന്ന് ഇളമരം കരീമിനെ പറ്റി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദിവസവും ഇദ്ദേഹം എന്റെ ഓഫീസിൽ വരുന്നത് പോലെ ഒരു കോൺഗ്രസ് മന്ത്രിമാരും ഇതുവരെയായിട്ടും ഒരു സംസ്ഥാനത്തിൽ നിന്നും വന്നിട്ടില്ല. അത് മാത്രമാണോ, VS ഗവൺമെന്റിന്റെ മന്ത്രിസഭയിൽ 9 വകുപ്പുകൾക്ക്
ഇതേ കോൺഗ്രസിന്റെ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആരോഗ്യ മേഖല ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ ജില്ലയിലും ഞങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്ന്. ഇവിടെ മലപ്പുറത്തെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് പോയി കാണണം. ഞാൻ ഇപ്പൊ 2 മാസം മുമ്പ് വെക്കേഷൻ പോയപ്പോൾ അവിടെ പോയതാ. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മഞ്ഞ പെയിന്റിൽ കറുപ്പെഴുതി മെഡിക്കൽ കോളേജ് ആക്കിയാൽ അത് മെഡിക്കൽ കോളേജ് ആവുകയില്ല. ഒരു മെഡിക്കൽ കോളേജിന്റെ എന്ത് സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് അത് പരിശോധിക്കപ്പെടണം. അങ്ങനെ ഒരു വികസനമാണ് നിങ്ങളുടെ വികസനം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന വികസനത്തെ വികസനം എന്നല്ല പറയുക. ആ വികസനത്തിന്റെ പേരിൽ നടത്തുന്ന അഴിമതിയെ മറച്ചു വെക്കുവാൻ വേണ്ടിയുള്ള ഇത്ര വാദപ്രതിവാദങ്ങൾ ഒരു കാരണവശാലും കേരളത്തിലെ ജനത വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഇലക്ഷനിൽ നേരിടുന്നത് LDF വരും, എല്ലാം ശരിയാക്കും. ഞാനും അല്ലെ നമ്മുടെ വീടുകളിലുള്ള ആൾക്കാരുമെല്ലാം ആ ഒരു പ്രതീക്ഷയിലിരിക്കുക. കാരണം പഴയ സൈക്കിളും TVയും എല്ലാം പെറുക്കി കൂട്ടി വെച്ചിരിക്കുക LDF വരുമ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ കവിഞ്ഞുള്ള എന്ത് വികസനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ റിപ്പയറിംഗ് അല്ലാതെ മറ്റ് എന്ത് വികസനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒന്ന്. രണ്ടാമത്, 36 വർഷം നിങ്ങൾ പശ്ചിമ ബംഗാൾ ഭരിച്ച് എന്താണ് ഇന്നത്തെ ഈ സ്ഥിതി വരാനുണ്ടായ കാരണം? 3. കേരളത്തിലെ മദ്യനയം. ഈ മദ്യനയത്തിലെ LDFിലെ ഭിന്നസ്വരം അതും കൂടി ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. മദ്യനയം തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. LDF മുന്നോട്ട് വയ്ക്കുന്നത് മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് എന്ന് കരുതി മദ്യനിരോധനത്തെ LDF അംഗീകരിക്കുന്നില്ല എന്നല്ല. ഒരു കാര്യം നമ്മളത് വളരെ പ്രായോഗികമായി നടപടികളിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മാറ്റാൻ കഴിയൂ. ഇപ്പോൾ UDF മദ്യനിരോധനത്തിന്റെ വക്താക്കളാകുന്നു ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞൊരു ഗവൺമെന്റ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഴിമതിയിൽ ഗവേഷണം നടത്തിയിട്ടുള്ളവരാണ്. അവർ കൈക്കൂലി വാങ്ങാൻ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. ചില സൗകര്യങ്ങൾ പോരായ്മ എന്ന പേരിൽ ചില ബാറുകൾ അടച്ചുപൂട്ടി. അവസാനം അത് തുറക്കുന്നതിന് അതിന് അടച്ചുപൂട്ടാത്ത ബാറുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങി. അത് കഴിഞ്ഞ് അവർ കോടതിയിൽ പോയി ആ ബാറുകൾ തുറക്കണ്ട എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് മദ്യനയത്തിന് അവര് പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ, മുമ്പേ പറഞ്ഞ കണക്ക് സ്വരങ്ങൾ, 2 വ്യത്യസ്ത സ്വരങ്ങളൊന്നും ആ പാർട്ടിയിൽ തന്നെ വ്യത്യസ്തമായ സ്വരങ്ങൾ വന്നു. പ്രശ്നങ്ങൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പോലും പുതിയ ഈ മദ്യനിരോധനത്തെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ അതിന്റെ ഒരു നിജസ്ഥിതി അവർക്കറിയാം, അവർക്ക് തന്നെ അറിയാം. ഇത് ഒരു പ്ലേ ആണ്. അല്ലാതെ അത് വരും കാലങ്ങളിൽ LDF അധികാരത്തിൽ വന്നാൽ കാലാനുസൃതമായി മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുകയും അതിനുവേണ്ട നടപടികൾ ചെയ്യുകയും ചെയ്യും. ഒറ്റയടിക്ക് മാറ്റിയാൽ അതുപോലുള്ള ഒരു മഹാദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ അതിന് വ്യക്തമായ പദ്ധതികളിലൂടെ അത് തീർച്ചയായും അത് LDF ഗവൺമെന്റ് മദ്യ ഉപഭോഗം കുറയ്ക്കുകയും അതിനാവശ്യമായ ബോധവൽക്കരണത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ, അത് പുകവലിയൊക്കെ ഒരു പരിധിവരെ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ക്യാമ്പസുകളിലും മറ്റും മയക്കുമരുന്നൊക്കെ. അവസാനം ചോദിച്ചാണ് മദ്യത്തെ കുറിച്ച്. ആദ്യം അദ്ദേഹം എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ? അതെ, ഈ സ്വാഭാവികമായും ഈ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പണിയുന്ന ആൾക്കാർ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ വരുന്നത് ഈ കേരളം മൊത്തത്തിൽ ഈ എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ള സാഹചര്യം വന്നതുകൊണ്ടൊന്നുമല്ല. നമ്മൾ മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടത്ര ഒരു പരിഗണന അല്ലെങ്കിൽ അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുവാൻ നമ്മളെ ഈ രാജ്യം സ്വാതന്ത്ര്യമായ സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം. പക്ഷെ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം ഇന്നില്ല. കാർഷിക മേഖലയെ ആകമാനം തകർത്തു, കർഷക തൊഴിലാളികളെ തകർത്തു. മണ്ണിൽ പണിയെടുക്കുന്നവനെ നമ്മൾ ഒരു അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാതെ വന്ന് അങ്ങനെ അംഗീകാരം കിട്ടാതെ വന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ തൊഴിലാളികൾ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസരത്തിലേക്ക് വരികയും ഈ ബംഗാളികൾ അവിടെ നിന്ന് കടന്നു വരുന്നു എന്ന് ഈ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ കോൺഗ്രസ് വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം ഇപ്പൊ ഒറ്റ വേടിലാണ് പറയുന്നത് ബംഗാളി. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലുള്ള ആക്രി സാധനങ്ങളൊക്കെ ശരിയാക്കി തരുമോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഒരു കാര്യം ഉറപ്പു പറയാൻ എനിക്ക് പറ്റും, LDF വന്നാൽ
സ്വന്തം വീട്ടിൽ നോട്ട് എണ്ണാൻ മിഷൻ വെക്കുന്ന ഒരു ധനകാര്യമന്ത്രിയെങ്കിലും ഞങ്ങൾക്കുണ്ടാവുകയില്ല. ജനങ്ങളുടെ പക്ഷത്തുനിന്ന് പ്രവർത്തിക്കുന്ന, അഴിമതി രഹിതമായി ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്ന, അടിസ്ഥാനപരമായ വികസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മന്ത്രിസഭ ഞങ്ങളിലുണ്ടാവും. പിന്നെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ എന്തൊക്കെയാണ് ശരിയാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മുടെ ഈ സംവാദം നടത്തപ്പോ ആദ്യമായിട്ട് UDFന്റെ കഴിഞ്ഞ കാലത്തെ പ്രകടന പത്രിക കൊണ്ടുവന്ന് ഈ രണ്ട് മാന്യദേഹങ്ങളും പറയണമായിരുന്നു, ഞങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ കാലത്തെ പ്രകടന പത്രികയിലെ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി, ബാക്കി നടപ്പിലാക്കാനുള്ള 5 വർഷത്തെ പ്രകടന പത്രികയാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ഞാൻ ഈ സംവാദത്തിന്റെ ഭാഗമായും രാഷ്ട്രീയ പ്രവർത്തന നിലയിലും ഈ 2 മുന്നണിയുടെയും 3 മുന്നണിയുടെയും മാനിഫെസ്റ്റോ നോക്കി. അപ്പോ LDF മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോയെ പറ്റി മാത്രമേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏകദേശം 600-ൽ പരം കാര്യങ്ങൾ 35 പരിപാടികളായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വികസന നയവും ക്ഷേമ പ്രവർത്തനങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഈ 600-ൽ പരം പരിപാടികൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ചോദ്യം ഉന്നയിച്ച സുഹൃത്തിന് നെറ്റ് കിട്ടും. അദ്ദേഹം പോയി LDFന്റെ മാനിഫെസ്റ്റോ നോക്കുക, ഒപ്പം UDFന്റെയും മാനിഫെസ്റ്റോ നോക്കുക. അതുകൊണ്ട് വികസന കാര്യത്തിലോ രാഷ്ട്രീയ കാര്യത്തിലോ കേരളത്തിന്റെ പൊതുജന ആരോഗ്യകാലത്തിലോ ക്രമസമാധാനത്തിന്റെ കാര്യത്തിലോ ഏത് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചാലും കൃത്യമായി ഉത്തരം ലഭിക്കുവാനും തരാനും ഞങ്ങൾ സദാ സന്നദ്ധരാണ്. അതുകൊണ്ട് ഉത്തരം മുട്ടുമ്പോൾ ഞങ്ങൾ ഇരുട്ടിത്തപ്പേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് നിങ്ങൾ UDFന്റെ മാനിഫെസ്റ്റോ പരിശോധിച്ചാൽ പല കാര്യങ്ങളിലും ഒരു 2 രൂപയ്ക്ക് നമ്മുടെ കടയിൽ പണ്ട് കിട്ടിയിരുന്ന ഒരു മാപ്രസീകരണത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരു പത്രികയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശേഷം ഭാഗങ്ങൾ നമുക്ക് ഇനിയുമുള്ള ചർച്ചകളിൽ നമുക്ക് വിശദീകരിക്കപ്പെടാൻ കഴിയും. അക്കാര്യത്തിൽ സംവാദം ആവശ്യവുമാണ്. ഞാനൊരു കാര്യം മാത്രം ഇവിടെ പ്രകടന പത്രികയിലേക്കുള്ള അതിന്റെ വലുപ്പം, അതിന്റെ പേജും, അതിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നതിനെ കുറിച്ച് വാക്കുകൊണ്ടും ചർച്ച കൊണ്ടും ഒക്കെ എല്ലാവർക്കും വലിയ സംഭവമാക്കിയിട്ട് കാണിക്കാൻ പറ്റും. പ്രായോഗികമായി കേരളത്തിലെ ജനങ്ങൾക്ക് വികസന രംഗത്ത് അഴിമതിരഹിത കേരളം സൃഷ്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എന്ത് കാഴ്ചപ്പാടാണുള്ളതെന്ന് മാന്യ സുഹൃത്ത് പറയേണ്ടിയിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മറുപടി. ശ്രീ എം എ യൂസഫ് അലി ആരാണ്? കേരളക്കാരൻ നിലക്ക് മലയാളികളുടെ അഭിമാന താരമാണ് ലോകത്തിന്, അല്ലെ? അത് സമ്മതിക്കാത്ത ഒരാളും ഈ സദസ്സിൽ കേൾവിക്കാരായി ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. എം എ യൂസഫ് അലി എറണാകുളം ജില്ലയിൽ ബോൾഗാട്ടി പ്രൊജക്ടുമായി വന്നപ്പോ അദ്ദേഹം ഭൂമി കയ്യേറ്റക്കാരനാണെന്ന് പറഞ്ഞ് ആട്ടി ഓടിപ്പിച്ചതാണ് നിങ്ങൾ. 82 കോടി രൂപ നഷ്ടവിനത്തിൽ എം എ യൂസഫ് അലിക്ക് എറണാകുളം ജില്ല CPM കമ്മിറ്റി കൊടുക്കാനുണ്ട്. കഥ അറിയുന്നു നിങ്ങൾക്ക്? ഒരു വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു താല്പര്യവും കൂടി കാണിക്കണം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന വികസനം, ഞാൻ ചോദിക്കട്ടെ, വികസനത്തെ നിസ്സാരവൽക്കരിച്ചോളൂ നിങ്ങൾ. മെട്രോ പദ്ധതി, സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം തുറമുഖം പദ്ധതി, കണ്ണൂർ വിമാനത്താവളം, അതുപോലെയുള്ള പദ്ധതികൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അതല്ല ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനം നടപ്പിലാക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, വികസനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. കടത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തുള്ള പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരെ ആളുകൾക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും ഉണ്ടാകും. അതിലൊരു ഇനം ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി കൂടെ പറയാം. അരിക്ക് ഒരു കിലോ അരി, 35 കിലോ അരി 1 രൂപക്ക് താഴെ നിൽക്കുന്നവർക്ക് കൊടുത്തു. അതുപോലെ BPL കാറ്റഗറിപ്പെടുത്തി 1 രൂപക്ക് 25 കിലോ അരി കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ അതിന്റെ നഷ്ടാര സഹിക്കുന്നത് സഖാക്കളും മറുപടി പറയണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അരിക്ക് ക്ഷാമം വന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ റേഷൻ ഷോപ്പിൽ അരിയില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ, ബുദ്ധിമുട്ടിയപ്പോൾ നിങ്ങൾ അരി കഴിക്കേണ്ട, പകരം നിങ്ങൾ കോഴിയിറച്ചിയും അതുപോലെ തന്നെ മുട്ടയും കഴിച്ചാൽ മതിയെന്ന് അന്നത്തെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ദിവാകരൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല. തൊഴിലില്ലാ വേതനം ചോദിച്ചു കിടക്കുന്നവരോട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട, അതിന് പകരം പട്ടിയെ പിടിക്കാൻ പോയിക്കോളി എന്ന് പറഞ്ഞവരാണ് ഒരു മന്ത്രി. അറിയാം നിങ്ങൾ ആ മന്ത്രിയുടെ പേരെന്തായിരുന്നു? തങ്കപ്പൻ. ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട രാഷ്ട്രീയ രേഖകളാണ്. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, കണ്ണടച്ചുകൊണ്ട്, വികസനത്തെ കുറിച്ച് കാഴ്ചപ്പാടില്ലാതെ വികസനത്തിന് തുരങ്കം വെക്കുന്ന സമീപനങ്ങൾ, എവിടെയും സമരങ്ങൾ, എവിടെയും വൈറ്റ് കൊടികൾ. ഇതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. ഒരു മുദ്രാവാക്യമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? നിങ്ങൾക്ക് ഒരു നിലപാടുണ്ടോ? നിങ്ങൾ എന്ത് പറഞ്ഞാണ് ജനങ്ങൾ സമീപിക്കുന്നത്? അതുകൊണ്ട് തന്നെ നിസ്സംശയം ഞാൻ പറയുന്നു, 91-41 എന്നൊരു ചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ 140 നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുമ്പോൾ 99
50 കുറയാത്ത സീറ്റുകളിൽ ഐക്യ ജനാധിപത്യത്തിന്റെ അധികാരത്തിൽ കൂട്ടരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാണ്ട് പറയാണ്. എങ്ങനെയാ മദ്യം വർജിക്കുക? മദ്യവർജനം എന്ന് പറഞ്ഞാൽ ഒരു പൂച്ച അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. പൂച്ചന്റെ മുമ്പിൽ നല്ലൊരു മത്സ്യത്തിന്റെ തലിട്ട് കൊടുക്കുക, എന്നിട്ട് പറയാ പൂച്ചെ നീ അത് കഴിക്കരുത് പറഞ്ഞാ പൂച്ച കഴിക്കോ കഴിക്കാതിരിക്കോ? എല്ലാം മദ്യമാണ്. നമ്മൾ അതൊന്നും ഇവിടെ ചോദ്യം. 730ഓളം ബാറുകൾ അടച്ചുപൂടാൻ വേണ്ടി ആർജവം കാണിച്ച ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ഞാൻ മൈക്ക് വിളിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയാനത് ചോദിക്കൂ. നിങ്ങളെ ചോദ്യത്തിന്റെ സമയം കഴിഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ ചോദിക്കാം. സമയമുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ നിങ്ങൾ എന്തുകൊണ്ട്, ഇത് ഒരു സാമൂഹ്യ നന്മയല്ലേ? നമ്മൾ തിന്മയല്ലല്ലോ സ്വാഗതം ചെയ്യേണ്ടത്. ഒരു ഗവൺമെന്റ് മദ്യമുതലാളിമാർ എന്ന് പറഞ്ഞാൽ പണച്ചാക്ക് ഇവിടെ ബാർഗോന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പണം വേണമെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫീൽഡ് ഏതാണെന്ന് കേരളത്തിൽ ചോദിച്ചാൽ ഏക ഉത്തരം മദ്യരാജാക്കന്മാരുടെ കൈക്കാലും പിടിക്കലാണ്. പക്ഷേ 730ഓളം ബാറുകൾ അടച്ചുപൂട്ടി. അത് നിങ്ങൾ അടച്ചുപൂട്ടാൻ ആർജവം കാണിച്ചില്ലേ ഈ ഗവൺമെന്റ്? അതിനുള്ളത്. എന്നിട്ട് ഇവർ പറയാണ് നിങ്ങൾ കുടിക്കരുത്. ഉപദേശത്തിന്റെ കാലൊക്കെ പോയാണ് മക്കളെ. ആ സമയമൊക്കെ അവസാനിപ്പിക്കാൻ ഇനിയും നിങ്ങൾ കണ്ണു തുറക്കാൻ തയ്യാറാവണം. LDFന്റെ ഈ വികലമായ നയം, ഒരു കാര്യത്തോടുള്ള കാഴ്ചപ്പാടാണ് പ്രധാനം. നയം വേണം, അതില്ല. ഈ മദ്യവർജനം ഞങ്ങൾ പറയുന്നു നിയമം കൊണ്ട് തടയും. വളരെ സുവ്യക്തമായ ഒരു ഉത്തരമാണ് ആവശ്യം. എന്താണ് LDFന്റെ മദ്യനയം? പിണറായി വിജയൻ പറയുന്നതാണോ, സീതാറാം യെച്ചൂരി പറയുന്നതാണോ, തോമസ് ഐസക് പറയുന്നതാണോ നിങ്ങളുടെ മദ്യനയം? അതല്ല, ഈ പന്ന്യൻ രവീന്ദ്രൻ, കാനൻ രാജേന്ദ്രൻ പറയുന്നതാണോ? അനുവദിക്കൂ. നമ്മള് നിയമനിർമ്മാണ സഭയിൽ നിയമ നടപടികൾ കൊണ്ടുവന്നുകൊണ്ട് എല്ലാ സാമൂഹിക വിപത്തുകൾക്കെതിരെയും നിയന്ത്രണം ഏർപ്പെടുത്താൻ പോയാൽ അതൊരു ജനാധിപത്യ പ്രക്രിയയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രിയ സുഹൃത്ത് അലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് നിയമം കൊണ്ടുവന്ന് ഞങ്ങൾ അങ്ങ് നടപ്പിലാക്കുമെന്ന്. നമ്മൾ സൗദി അറേബ്യയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ആ രാജ്യത്തിന്റെ നിയമത്തെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിയമം കൊണ്ടുവന്നാണ് നമ്മൾ ഇത്തരം സാമൂഹ്യ വിപത്തുകളെ പറ്റി നേരിടാൻ പോകുന്നതെങ്കിൽ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കാൻ പോകുന്നില്ല. അവിടെയാണ് ഫാസിസത്തിന്റെ അറിഞ്ഞോ അറിയാതെയുള്ള ഉൾപ്രേരണ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു മദ്യനയമുണ്ട്. ആ മദ്യനയം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ മദ്യം നിരോധിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. നിയമം കൊണ്ടുവന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തമാണ്. നിങ്ങൾ മറുപടിയുടെ ഉള്ളിൽ കയറി സംസാരിക്കാൻ വന്നാൽ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതെടുത്ത് പരിശോധിക്കൂ. എന്നെ നിങ്ങൾ മറുപടി പറയാൻ അനുവദിക്കൂ. അതെ, നിയമം കൊണ്ടുവന്ന് എല്ലാ ചർച്ചയുടെ ആവശ്യമില്ല. അതൊരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ മാറും. ഞാൻ നിൽക്കട്ടെ. എന്നെ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ സംബന്ധിക്കുന്ന വിശദീകരണത്തിനെ വിളിച്ചെങ്കിൽ അത് പറയാൻ അനുവദിക്കൂ. പറയൂ. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ അതിനെപ്പറ്റി കൃത്യമായ വിവരണങ്ങളുണ്ട്. അതുപോലെ ഞാൻ പറയാം. ഒരു സാമൂഹിക വിപത്തായിട്ടുള്ള മദ്യപാനം എന്ന് പറയുന്നത് നിയമപരമായി മാത്രം നമുക്ക് തകർക്കുവാനോ നിർത്തലാക്കുവാനോ നിരോധിക്കപ്പെടുവാനോ കഴിയുമെന്നുള്ള മൗഢ്യം ഇടതുപക്ഷത്തിനില്ല. മറിച്ച് നമ്മൾ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് സമ്പൂർണമായ മദ്യനിരോധനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അവിടെ ഇന്ന് എന്താ സ്ഥിതി എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വീടാന്തരം അവിടെ ചെറുകിട വാറ്റ് സങ്കേതങ്ങളായി കൃത്രിമമായി മദ്യം ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ എന്താണ് വേണ്ടത്? മദ്യവർജനമെന്ന ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ മദ്യവിരുദ്ധരായി സംസാരിക്കുകയും സംഘടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എല്ലാ സമരസമിതികളുമായി കൈകോർത്തുപെടുകയും എല്ലാവിധമായിട്ടുള്ള ഏജൻസികളുമായും ഇത്തരം പ്രവർത്തനങ്ങളിൽ ബോധവൽക്കരണം കേരളത്തിലെ സമൂഹത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. ഉദാഹരണം പറയാം. മദ്യപിക്കുന്ന മനുഷ്യരെക്കാട്ടിൽ കൂടുതൽ കേരള സമൂഹത്തിൽ ഉണ്ടായിരുന്നത് പുകവലിക്കുന്നവരുടെ എണ്ണമായിരുന്നു. എങ്ങനെയാണെന്ന് കേരളം ആ ശീലത്തിൽ നിന്ന് വളരെ പറയാം. സുഹൃത്തെ, നിങ്ങൾ 720 ബാറല്ല, ഇനി ഉണ്ടാകുമെന്ന് ബാറിനെ പറ്റിയും പറയാം. നിങ്ങൾ ഇരിക്കൂ. അപ്പൊ എങ്ങനെയാണ് കേരളത്തിൽ പുകവലി വിരുദ്ധമായ ഒരു മനഃശാസ്ത്രം, ഒരു സമീപനം ഉണ്ടായത്? വളരെ കൃത്യമായ ബോധവൽക്കരണങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള എന്നെ ഇന്ന് വിമർശിക്കുന്ന ഈ സംഘടനയുടെ നേതാക്കളും അവരുടെ സാംസ്കാരിക സംഘടനകളും കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തു. സ്വാഭാവികമായും അതിന്റെ എണ്ണം കുറഞ്ഞു. ഇവിടെ നിങ്ങൾ ഇനി ബാറ് നിരോധിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ പറയുന്നത്, ബാറ് പൂട്ടിയെന്ന്. സത്യസന്ധമായി നിങ്ങൾ കണക്ക് പരിശോധിക്കൂ. കേരളത്തിൽ ബാറ് പൂട്ടിയതിനു ശേഷം കേരളത്തിലെ മദ്യത്തിന്റെ വിൽപ്പനയിലെ തോത് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. എന്താ നിങ്ങൾ കാണാതെ പോയത്?
എത്ര ശതമാനം കണ്ട്? 33.22% കണ്ട്. ഈ മദ്യനിരോധനത്തിന് ശേഷം കേരളത്തിലെ മദ്യവിൽപ്പനയിൽ വർധനമുണ്ടായി. ഇനി ഒരു മിനിറ്റ്, നിങ്ങളുടെ കണക്കായിരിക്കും അത്. ഞാൻ കണക്കുകൾ തരാം. ഒരു മിനിറ്റ്, നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഇതൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്തുള്ള സംവാദമായി പോകുന്നു. നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ പറയുന്നു കേരളത്തിൽ മദ്യനിരോധനം ഞങ്ങൾ നടത്തി. അതിനു പകരം പൂട്ടിയ ബാറുകളിൽ ഞങ്ങൾ വൈനുകളും ബീറുകളും കൊടുക്കുന്നു. എന്താണ് ഈ വൈനിന്റെയും ബിയറിന്റെയും അവസ്ഥ? ഇതിന്റെ ഉപഭോക്താക്കൾ ആരാണ്? നിങ്ങൾ എന്നത് കാണാതെ പോകുന്നത്. നമ്മൾ ലോകത്തിലെ ബിയർ എടുത്ത് പരിശോധിച്ചാൽ 6% ആൽക്കഹോളിക് അടങ്ങിയിരിക്കുന്ന ബിയർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിലോ ഗോവയിലോ കർണാടകയിലോ പോയാൽ 6% ആൽക്കഹോളിക് കണ്ടന്റുള്ള ബിയർ നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, 30 മില്ലി മദ്യം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ ഒരു കുപ്പി ബിയറിലുള്ള 6% ആൽക്കഹോളിക് എന്ന വ്യക്തി അതിനടിമയാവും.